ഇന്ത്യൻ രൂപയുടെ മൂല്യം ദിനം പ്രതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കാതെ വ്യവസായങ്ങൾ കൈകാലിട്ടടിക്കുമ്പോൾ വിശ്വഗുരുവായ നരേന്ദ്രമോദി പതിവ് പോലെ മൗനത്തിലാണ്. രൂപയുടെ നിലവാരം ഇന്നലെ റെക്കോർഡായി 90.46% എന്ന ക്രമത്തിൽ കൂപ്പുകുത്തിയപ്പോൾ അത് ഈ സാമ്പത്തിക വർഷം തന്നെ 5%-ലേറെ ഇടിവാണ് പ്രതിഫലിപ്പിച്ചത്. അതായത് പ്രതിസന്ധിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങുമെന്ന് അർത്ഥം. ആഗോള വ്യാപാര തർക്കങ്ങൾ, ഡോളറിനായുള്ള വർദ്ധിച്ച ആവശ്യം, വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്കിലുണ്ടായ കുറവ് എന്നിവയാണ് രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. രൂപ ദുർബലമാകുന്നത് വഴി കനത്ത ദുർഘടമാകും രാജ്യത്തിന് നേരിടേണ്ടി വരിക. ഇറക്കുമതി ചെലവ്, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിന്റെ കുത്തനെ വർദ്ധിക്കുന്നതിനും തൽഫലമായി രാജ്യത്ത് റീറ്റെയിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിനും കാരണമാകും. ഈ പണപ്പെരുപ്പം സർക്കാർ കൊട്ടിഘോഷിക്കുന്ന GDP വളർച്ചയുടെ തിളക്കം ഇല്ലാതെയാക്കും. ഈ സ്ഥിതി തുടർന്നാൽ രാജ്യം കനത്ത പ്രതിസന്ധിയിൽ പെടും എന്നത് ഉറപ്പാണ്. ഈ പ്രതിസന്ധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിലെ നിരീക്ഷണ നയം മാറ്റി കറൻസിയെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി വേഗത്തിലും നിർണായകമായും ഇടപെടണം എന്ന ആവശ്യമാണ്. സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമാണ് എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും സത്യത്തിൽ രൂപ ദിവസേന ദുർബലമാവുകയാണ്. ഈ മൂല്യശോഷണം ബഹുഭൂരിപക്ഷം ജനങ്ങളെയും നേരിട്ട് തന്നെ ബാധിക്കുന്നതുമാണ് എന്നതാണ് വാസ്തവം. വിദേശത്ത് മക്കളുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യുന്ന ആശങ്കാകുലരായ മാതാപിതാക്കളെ മാത്രമല്ല ഇത് ബാധിക്കുക. തത്വത്തിൽ കയറ്റുമതിക്കാർക്ക് ദുർബലമായ രൂപ ഗുണകരമായേക്കും. പക്ഷേ ഇന്ത്യൻ GDPയുടെ ഏകദേശം 12% മാത്രമാണ് അവർ സംഭാവന ചെയ്യുന്നത്. ബാക്കിയുള്ള 88%-ന്, അതായത് ബഹുഭൂരിപക്ഷം പേർക്കും ആശങ്കപ്പെടാൻ മതിയായ കാരണങ്ങളുണ്ട്. പ്രവാസികൾ അയക്കുന്ന പണത്തിന് രൂപയിൽ കൂടുതൽ മൂല്യം ലഭിക്കുന്നത് അവർക്കും ആശ്വാസം നൽകും. എങ്കിലും അവരുടെ സംഭാവനകളും രൂപയുടെ സ്ഥിരമായ തകർച്ചയുടെ ആഘാതം ലഘൂകരിക്കാൻ പര്യാപ്തമാകില്ല എന്നത് ഓർക്കണം. ഇതോടൊപ്പം മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ $1 60 രൂപയ്ക്ക് മുകളിലായിരുന്നു മൂല്യം. ഇപ്പോഴത് ആദ്യമായി 90 കടന്നിരിക്കുന്നു. ആഗോള വ്യാപാര യുദ്ധത്തിന്റെ പിരിമുറുക്കം, ഡോളറിനായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം, വിദേശ ഫണ്ടുകളുടെ ദൗർബല്യമൊക്കെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ രൂപയുടെ ഭാവിയെക്കുറിച്ച് ആശ്വസിക്കാനും വകയില്ല. GDP വളർച്ചയുടെ ഊതിപ്പെരുപ്പിച്ച അഭിമാന കണക്കുകൾ സർക്കാർ ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ സംഖ്യ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കുന്നില്ല. അതായത് സാധാരണക്കാർക്ക് നേരിട്ട് ഗുണം കിട്ടുന്നില്ല എന്ന് സാരം. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ദുർബലമായി അപകടമുനമ്പിൽ നിൽക്കുകയും ചെയ്യുന്നു. ദുർബലമാകുന്ന രൂപയുടെ ഏറ്റവും പെട്ടെന്നുള്ള ആഘാതം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ബില്ലിനെയും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആവശ്യ വസ്തുക്കളുടെ വിലയെയും ബാധിക്കും. ഇപ്പോൾ ഇന്ധനവില നിയന്ത്രിക്കപ്പെടുന്നതായി തോന്നാം. പക്ഷേ ഇത് പണപ്പെരുപ്പത്തിന് കാരണമാകുകയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുമെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നികുതികളുടെയും സെസ്സുകളുടെയും ഒരു വലയം വഴിയാണ് ആ ഭാരം ആഗിരണം ചെയ്യപ്പെടുക. പെട്രോൾ, ഡീസൽ വില വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം അതിവേഗവും അതിരൂക്ഷവുമായിരിക്കും. ഗതാഗത ചെലവ് കുതിച്ചുയരുകയും ദൈനംദിന ആവശ്യങ്ങളുടെ ചെലവ് കുത്തനെ ഉയരുകയും ചെയ്യും. വർദ്ധിച്ച ഇറക്കുമതി ബില്ലുകൾ ആഭ്യന്തര വിലക്കയറ്റത്തിന്റെ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. പച്ചക്കറി വില പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ സ്ഥിതി കൂടുതൽ വഷളാവാനും സാധ്യതയുണ്ട്. ചൈന പുതിയ സാമ്പത്തിക നയം അവതരിപ്പിച്ചതും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതും ഇന്ത്യൻ വിപണിയിൽ നിന്ന് നിക്ഷേപകർ പിൻവലിയാൻ കാരണമായിട്ടുണ്ട്. ട്രംപ് വന്നതോടെ ക്രിപ്റ്റോ കറൻസിയുടെ ഡിമാൻഡ് 10 മടങ്ങായി വർദ്ധിച്ചു. നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് നിക്ഷേപം മാറ്റുന്നതിന് ഇത് പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറി. ഇതിനു പുറമെ US ഫെഡറൽ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച ഉയർന്ന പലിശ നിരക്ക് ഡോളറിലേക്ക് വലിയ രീതിയിൽ നിക്ഷേപകരെ ആകർഷിച്ചിട്ടുണ്ട്. ഡോളറിനോടൊപ്പം തന്നെ ബിറ്റ്കോയിനും കുതിച്ചുയരുകയാണ്. ഇതൊക്കെ രൂപയുടെ മേലെയാണ് ആഘാതം തീർക്കുന്നത്. 2025-ൽ 5.5% ഇടിവ് സംഭവിച്ചത് ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം നടത്തിയ കറൻസിയായി രൂപ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. രാജ്യം ആഭ്യന്തരമായും രാഷ്ട്രീയപരമായും അന്തർദേശീയ തലത്തിലും സാമ്പത്തികമായും തകർച്ചയുടെ വക്കിലാണ് മോദി ഭരണകാലത്ത് നിലകൊള്ളുന്നത്. 2004-2005 കാലഘട്ടത്തിൽ UPA സർക്കാർ ഇന്ത്യയിൽ ഭരണത്തിലേറിയപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അന്നത്തെ രൂപയുടെ വിലയിടിവ് ഉയർത്തി പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ മൗൻമോഹൻ സിംഗ് എന്ന് പരിഹസിച്ചിരുന്നു. ആ മോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുമ്പോഴും
ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത വിധം രൂപ ഡോളറിനെതിരെ തകർന്നടിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മോദിയെ കോൺഗ്രസ് എന്ത് വിളിക്കണം? അമേരിക്ക വലിയ ദോസ്താണെന്ന് കൊട്ടിഘോഷിച്ച് ട്രംപിന്റെ തോളിൽ കൈയിട്ട് ഗർവ് കാണിച്ച് മോദിക്ക് ട്രംപ് ഇപ്പോൾ നിരന്തരമായി പ്രഹരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറക്കുമതി തീരുവ അടിക്കടി വർദ്ധിപ്പിച്ച് ഇന്ത്യയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിന് വാക്കുകൾ കൊണ്ടുപോലും മറുപടി നൽകാൻ തുനിയുന്നില്ല. മുൻപ് ബ്രിട്ടീഷുകാരോട് RSS പുലർത്തിയ വിധേയത്വം ഇന്ന് അമേരിക്കയോട് വച്ചു പുലർത്തുകയാണ് എന്ന് വേണം കരുതാൻ. മോദി ഇന്ത്യയിൽ ഭരണത്തിൽ കയറി ആഭ്യന്തരമായി ഇന്ത്യയെ തകർക്കുന്നത് കൂടാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ് തകർക്കുന്ന നയങ്ങളാണ് പുലർത്തിപ്പോരുന്നത്. രൂപയുടെ വില ഇടിയുമ്പോൾ അത് തടയാൻ റിസർവ് ബാങ്ക് അടിയന്തരമായി ഇടപെടലുകൾ നടത്താറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരം രക്ഷാദൌത്യത്തിൽ നിന്നും റിസർവ് ബാങ്ക് വിട്ടുനിൽക്കുകയാണ്. 2025-ൽ 5.5% ഇടിവ് സംഭവിച്ച ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം നടത്തിയ കറൻസിയായി രൂപ മാറി. അതേസമയം ശക്തമായ ഡോളർ വിൽപ്പനയിലൂടെ രൂപയുടെ മൂല്യം സംരക്ഷിക്കാൻ വിദേശ നാണ്യ കരുതൽ ശേഖരം ഈ ഘട്ടത്തിൽ കൂടുതലായി ചെലവഴിക്കുന്നത് ബുദ്ധിയല്ല എന്നതാണ് RBIയുടെ വിലയിരുത്തൽ. രൂപയുടെ മൂല്യത്തിൽ പ്രത്യേക ടാർഗറ്റോ ബാൻഡോ നിശ്ചയിക്കുന്നില്ലെന്നും വിപണിയുടെ സ്വാഭാവിക പ്രവർത്തനത്തിന് വിട്ടു നൽകുകയാണ് എന്നുമാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞത്. അസാധാരണ ചാഞ്ചാട്ടവും ഊഹക്കച്ചവടവും നിയന്ത്രിക്കാൻ മാത്രമേ ഇടപെടൂവെന്നും 11 മാസം ഇന്ത്യക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണ്യ കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ടെന്നും RBI അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് 11 മാസം മാത്രമാണെന്ന് ഓർക്കണം. ഇൻഡിഗോ പ്രതിസന്ധി മൂലം 5000 വിമാന സർവീസാണ് റദ്ദാക്കിയത്. ഇതുമൂലം 15 ലക്ഷത്തിലേറെ യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത്. ഇങ്ങനെ നിരന്തരമായി സർക്കാർ വീഴ്ചകൾ ആവർത്തിക്കുമ്പോൾ അത് രാജ്യത്തെയാണ് ബാധിക്കുക. ഇനി ഇക്കാര്യത്തിലൊക്കെ സർക്കാർ അടിയന്തരമായി ഒരു തീരുമാനം കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ രാജ്യവ്യാപകമായും അന്തർദേശീയ തരത്തിലും കടുത്ത പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകുത്തും. രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ പോലും സർക്കാർ ഇത്തരം വിഷയങ്ങളാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തുനിയാത്തത് എന്നുള്ളത് ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ്. പകരം വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കാൻ സമയം ചെലവഴിച്ചത് തന്നെ NDA സർക്കാരിന്റെ ജനങ്ങളോടുള്ള നിരുത്തരവാദിത്വപരമായ സമീപനമാണെന്ന് തെളിയിക്കുന്നതാണ്. എന്നാൽ മഹദ്ഗീതിന്റെ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലുപരി മോദിയും കൂട്ടരും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ ജനമധ്യത്തിൽ അവഹേളിക്കുവാനാണ് സമയം കണ്ടെത്തിയത്. ഒരു രാത്രി മറ്റൊരു വീണ്ടുവിചാരമില്ലാതെ രാജ്യത്തിന്റെ നോട്ട് നിരോധിക്കാൻ നടത്തിയ മോദി ഭരണത്തിൽ നിന്നും കരകയറാൻ രാജ്യം നിൽക്കുമ്പോഴാണ് രൂപയുടെ റെക്കോർഡ് കൂപ്പുകുത്തൽ ജനജീവിതത്തെ വീണ്ടും അസഹനീയമാക്കുന്നത്. ഇതെത്ര നാൾ ജനം സഹിക്കണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും നോക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരിയെപ്പോലെ ഇത്തരം വിഷയങ്ങളിലും മോദിയുടെ മൗനം രാജ്യത്തിനെതിരെയുള്ള ഒരു കനത്ത വെല്ലുവിളിയാണ്. രാജ്യത്തെ ജനങ്ങളുടെ ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.